ഈ തീവ്ര വിദ്വേഷ സംഖ്യകളൊക്കെ വളരെ നിരാശയിലാണ്. വളരെ നിരാശയിൽ എന്ന് പറഞ്ഞാൽ വല്ലാത്ത നിരാശയിൽ. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ തൃശ്ശൂരിലുണ്ടായ വെടിക്കെട്ട് ദുരന്തത്തിൽ ഒന്ന് മാന്താനോ മണക്കാനോ ഒന്ന് കുഴിക്കാനോ തുരക്കാനോ ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ ഒരു വല്ലാത്ത സങ്കടവും പ്രയാസവും അവർക്കുണ്ട്. സാധാരണ എന്തെങ്കിലുമൊക്കെ സംഭവം വരുമ്പോൾ അതിലൊരു വിദേശ ബന്ധം അന്വേഷിക്കാനോ, അല്ലെങ്കിൽ ഈ മന്തിക്കടകളാണെങ്കിൽ പോലും ആ മന്തിക്കകത്ത് ചേർക്കുന്ന വിഭവങ്ങൾ ഏത് രാജ്യത്തുനിന്ന് വരുന്നതാണെന്ന് നോക്കാനും, മന്തിക്കടക്കാരൻ്റെ നാഭിയിലെ മുണ്ട് എങ്ങനെയാണ് ചൊരുകി വച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കാനുമൊക്കെ NIAയ്ക്കും CBIക്കും ഒക്കെ കത്തെഴുതാനും, അതിനുള്ളിൽ കൈയിട്ടിളക്കി ഒരു സന്തോഷം പ്രകടിപ്പിക്കാനും, കഴിയുമെങ്കിൽ ആ ചെലവിൽ എവിടെയെങ്കിലും കടകളിൽ കയറി കാശ് കൊടുക്കാതെ അത് മൂക്കറ്റം കഴിച്ചുകൊണ്ട് പോകാനുമൊക്കെ അവസരം തേടുമ്പോഴാണ് കുറേ പാവങ്ങളായ മനുഷ്യർ ഈ വെടിമരുന്ന് പൊട്ടി മരണപ്പെടുന്നത്. വളരെ ദാരുണമാം വിധം. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹതയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഗോള വ്യാപന ബന്ധമോ ഒന്നും കിട്ടാത്തതിൻ്റെ ഒരു വലിയ തത്രപ്പാടിൽ പലരും കിടക്കപ്പായിൽ കിടന്ന് കാലും കൈമിട്ട് അടിക്കുകയും പാ വലിച്ചു കീറുകയും തലയണ പിച്ചി കീറുകയും ഒക്കെ ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല, അതിലേക്ക് ഒരു വിദ്വേഷകാരികളും തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. MA യൂസുഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ ആ മരണപ്പെട്ടവർക്കെല്ലാം 1 ലക്ഷം രൂപ വീതവും അപകടത്തിൽപ്പെട്ടവർക്ക് 50,000 രൂപ വീതവും നൽകാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ട്വിറ്റ് എനിക്ക് അയച്ചു തന്നിരുന്നു. I am deeply saddened and shocked by the tragic fire incident in Thrissur. My heartfelt condolences go out to the families who have lost their loved ones and pray for the speedy recovery of those who have been injured. As a humble gesture of support, I would like to extend financial assistance of rupees 1 lakh each to the families of deceased and 50,000 to those injured to be handed over through the Thrissur district collector. My thoughts and prayers are with everyone affected by this tragic incident. ഇവർക്കെല്ലാവർക്കും 1 ലക്ഷം രൂപ വീതവും 50,000 രൂപ വീതവും പരിക്ക് പറ്റിയവർക്കും നൽകാൻ തീരുമാനിച്ചു. എന്നാൽ ഈ വിദ്വേഷ സംഖ്യകളും വെറുപ്പുളവാക്കുന്ന 33 വർഷം സേനയിൽ ജോലി ചെയ്ത് നാണം കെട്ട കാശ് ഒരുപാട് വാങ്ങിച്ച് അക്കൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ശ്രീലേഖയെപ്പോലുള്ളവരോ, പിന്നെ ആ പടക്കം പൊട്ടുന്നതിൻ്റെ ശബ്ദം ഏത് സംഗീതത്തിലാണ്, അറബി സംഗീതത്തിലാണോ അതല്ല വേറെ ആർഷഭാരത സംഗീതത്തിലാണോ ക്രൈസ്തവ ഗാന സംഗീതത്തിലാണോ എന്നൊന്നുപോലും നോക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് ആ സ്ഥലത്തേക്കേ പോയി മണപ്പിക്കാത്ത ശശികലയും, പിന്നെ അതിൻ്റെ ഉള്ളിലെ പൊരുൾ തേടി ഇതിനു മുമ്പ് നടന്ന വെടിയുണ്ടകൾക്ക് എന്ത് സംഭവിച്ചുവെന്നും ആ വെടിയുണ്ടയ്ക്കകത്തിരിക്കുന്നത് എന്താണെന്നും ഇവിടുത്തെ BJPക്കാർക്ക് അറിഞ്ഞുകൂടാമെങ്കിലും എനിക്കറിയാം എന്ന് ഭാവിക്കുന്ന സെൻകുമാറും ആരും ഒന്നും അവരെ എന്തെങ്കിലും സഹായിക്കുന്ന കാര്യമോ അവർക്കെന്തെങ്കിലും കൊടുക്കുന്ന കാര്യമോ മിണ്ടുന്നതേയില്ല. ഹിന്ദുവിനെ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സൈക്കിള് പമ്പുമായിട്ട് റോഡിൽ നിന്നിട്ട് ഏതെങ്കിലും വഴി കൂടെ പോകുന്നവൻ്റെ മൂട്ടിലോട്ട് അതങ്ങോട്ട് കുത്തി വെച്ചേച്ച് 10 പമ്പ് കാറ്റടിച്ചേച്ച് അങ്ങ് പോവുക. ഇവരെല്ലാം കാറ്റടി. എല്ലാവരുടെ കയ്യിലും പഴയ കാലത്തെ ഒരു സൈക്കിൾ പമ്പ് ഇരിപ്പുണ്ട്. ആ പമ്പ് വേറെ ഒന്നും കയ്യിൽ നിന്നും ഇറക്കുമൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത് സഹായിക്കില്ല. വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുണമോ ഉപകാരമോ ഒന്നും വേറെ ആർക്കും കൊടുക്കില്ല. പിന്നെ വലിയ നീളത്തിൽ പറയും, ഞാൻ ഒത്തിരി പേർക്ക് കോക്കുന്നുണ്ട്. എന്തുവാ പിന്നെ വീട്ടിൽ കിടന്ന് മൊത്തം വിഴുപ്പ് കലക്കുന്ന ഏതെങ്കിലും ജോലിക്കാരിയുടെ മോക്ക് പുസ്തകം വാങ്ങിക്കാനും ബുക്ക് വാങ്ങിക്കാനും ശമ്പളം കൊടുക്കാനും 500 രൂപയോ 1000 രൂപയോ 50,000 രൂപയോ 10,000 രൂപയോ ചിലപ്പോൾ ആണ്ടിലൊരിക്കൽ കൊടുത്തതിൻ്റെ കഥയാണ് ഞാൻ അങ്ങോട്ട് തള്ളിമറിക്കുന്നുണ്ടെന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ പണി മൊത്തം എന്താ? കുറച്ച് സൈക്കിൾ പമ്പുണ്ട്. സാധാരണ സൈക്കിൾ പമ്പ് പോലെയല്ല, ഇതിന് 2 അറ്റമുണ്ട്. 2 അറ്റം എന്ന് പറഞ്ഞാൽ ഒരു പമ്പ് അവരുടെ തന്നെ മൂട്ടിലോട്ട് കണക്ട് ചെയ്യും. എന്തിനാ? അവിടുന്ന് ഈ ദുർഗന്ധം എടുക്കാൻ. എന്നിട്ട് മറ്റേ അറ്റം കൊണ്ട് ഇങ്ങനെ അടിച്ച് വരുന്നവൻ്റെ അടുത്തോട്ടും അന്തരീക്ഷത്തിലോട്ടും വിട്ടുകൊണ്ടിരിക്കും. ഈ പമ്പ് പ്രവർത്തിപ്പിക്കലേ ഉള്ളൂ ഇവരുടെ പ്രധാന പണി. അല്ലാതെ വേറെ ആർക്കും ഒരു ഉപകാരവും ഇല്ല. ഈ സമീപകാലത്തായിട്ട് കുഴിമന്തിയിലും ബിരിയാണിയിലും ബാക്കിയുള്ളിടത്തും എല്ലാം അതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണമെന്നും ഈ മന്തിക്കകത്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ ബോംബുണ്ടോ എന്ന് തിരക്കണമെന്നും, പിന്നെ എന്താ പറയുന്നത്, സത്യത്തിൽ ഈ അന്തസ്സുള്ള NIA ഒക്കെ ആണെങ്കിലുണ്ടല്ലോ, ഇവനെയൊക്കെ പിടിച്ച് അവിടെ കൊണ്ടുവരുത്തി ചോദ്യം ചെയ്യണം.
ഇവിടെ ബിരിയാണി വെക്കുന്നവൻ്റെ കയ്യിരിക്കുന്ന കാശ് നോക്കുന്നതാണ് NIA പണി. അപ്പോൾ അതൊക്കെ പരിശോധിക്കുന്നതല്ലാതെ ഇത് പരിശോധിക്കുന്നില്ല. ഇതിനകത്തൊരു ദുരൂഹതയെ ആരോപിക്കാൻ വയ്യ, വേറെ എന്തെങ്കിലും തരത്തിലൊന്നും പറയാൻ വയ്യ. ഇനി ആ ചെമ്പ് പാത്രം അതിനകത്ത് വെച്ചേക്കുന്നത് വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നതാണ്, ഇതിനകത്ത് വേറെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെന്നൊന്നും കണ്ടുപിടിക്കാനേ പറ്റാത്തത് കൊണ്ട് അവരെല്ലാവരും ഉറക്കമാണ്. പിന്നെ ആകെ അതിനകത്തൊരു പ്രതികരണം വന്നത് നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ. സാറ് പറഞ്ഞു കേട്ടില്ലേ, ആദ്യമൊന്ന് തീരുമാനിച്ച് വരട്ടെ, പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് മടങ്ങി. പുള്ളിയൊക്കെ ഇപ്പോൾ തൃശ്ശൂരുകാർക്ക് പെരുത്ത് ഇഷ്ടമാണ്. കിട്ടിയാലുണ്ടല്ലോ അവർ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കും. ഇനി ഈ MP ആയിട്ട് തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് ഇഷ്ടമുള്ള അവസ്ഥയില്ല. അപ്പോൾ അതാണ് ഈ പടക്കം പൊട്ടിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ എന്തെങ്കിലും ന്യായം പറയാൻ വരുന്നവർ വേറെ എന്തെങ്കിലും നമ്മളെ ചീട്ട് കളിക്കുമ്പം പറയുന്ന പോലെ എന്തെങ്കിലും ചെയ്തിട്ട് വന്ന് വേണം ഹിന്ദുവിനെ ഉദ്ധരിക്കാൻ, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താ അറിയോ, ഈ നീയൊക്കെ നടന്ന് പറയുന്ന വിദ്വേഷം കേട്ട് ആരെങ്കിലും ആ പാവത്തുങ്ങൾക്ക് കൊടുക്കുന്ന വെള്ളം കുടി കിട്ടുന്നതിനുള്ള അവസരം പോലും ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഒരു പച്ചയായ സത്യം.